കോഴിക്കോട് ലോ കോളേജ് വിദ്യാർത്ഥിനി മൗസ മെഹ്റിസിന്റെ മരണത്തിലെ ദുരൂഹതകൾ കണ്ടെത്തണമെന്ന ആവശ്യവുമായി മാതാപിതാക്കൾ. മൗസ ആൺ സുഹൃത്തിൽ നിന്നേറെ മാനസിക പീഡനങ്ങൾ നേരിട്ടെന്നും ഇതാണ് മകളെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും മാതാപിതാക്കൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് കോഴിക്കോട് ലോ കോളേജിലെ 3ാം സെമസ്റ്റർ നിയമ വിദ്യാർത്ഥിനി മൗസ മെഹ്റിസിനെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൗസയുടെ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് ആൺ സുഹൃത്തിനെക്കുറിച്ച് സംശയിക്കത്തക്ക വിവരങ്ങൾ ലഭിച്ചത്. ഇതാണ് മൗസയുടെ മരണത്തിന് ഇയാൾക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിലേക്ക് കുടുംബത്തെ എത്തിച്ചത്. മകളുടെ മരണത്തിൽ ഞങ്ങൾക്ക് ദുരൂഹത ഉണ്ട്. മരണത്തിന് പിന്നിലുള്ള ഒരാളുണ്ട്. അയാളുടെ ഫോൺ വന്നിട്ടുണ്ട് ഇവിടെ. അയാളെ പിടിക്കണം പോലീസ്. എന്തുകൊണ്ട് മരിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയണം. അതിനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് നീതി കിട്ടണം. എന്താണ് ഇതിന് പിന്നിൽ നടന്നതെന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഞങ്ങൾ ഒരു സമാധാനം കിട്ടിയാൽ അത് അറിയണമല്ലോ. കാരണം ഞങ്ങളിങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് അറിയുകയോ അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്ത പേരൻസാണ്. കാലത്ത് മരിക്കുന്ന ദിവസം വരെ 11 മണിക്ക് എനിക്ക് വിളിച്ചിട്ട് ഭാവിച്ച് ടെൻഷൻ ആവേണ്ട എൻ്റെ ഫോണ് കേടാന്ന് പറഞ്ഞ കുട്ടിയാണ്. സത്യത്തിൽ ഫോണ് ഈ പറഞ്ഞ കക്ഷി രാത്രി തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഫോണേ ഇല്ല കുട്ടിയുടെ കയ്യിൽ. അത്ര പോലും ഞങ്ങളെ ടെൻഷൻ ആവാണ്ട് നോക്കിയ കുട്ടിയാണ്. ആ കുട്ടിയാണ് പെട്ടെന്ന് മരിച്ചു പറഞ്ഞിട്ട് പിന്നെ ഫോൺ വരുന്നത്. അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമുള്ളൊരു സങ്കടമാണ്. മൗസയുടെ ഫോൺ ഇതുവരെ കണ്ടെത്താനാവാത്തതും ആത്മഹത്യയ്ക്ക് പിന്നാലെ ആൺ സുഹൃത്ത് ഒളിവിൽ പോയതും സംശയങ്ങൾക്കിടയാക്കുന്നുണ്ട്. എന്നാൽ അസ്വാഭാവിക മരണത്തിൽ കേസെടുത്ത കോഴിക്കോട് ചേവായൂർ പോലീസ് 6 സഹപാഠികളുടെ മൊഴി മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നും തങ്ങളുടെ മൊഴിയെടുത്തില്ലെന്നും മാതാപിതാക്കൾ പറഞ്ഞു. പോലീസ് ഇതുവരെ ഞങ്ങളുടെ മൊഴി ആരുടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പയ്യനെ ഇതുവരെ പിടിച്ചിട്ടില്ല. അവളുടെ ഫോണ് കൊണ്ടുപോയ ആളാണല്ലോ. അപ്പോൾ അവരെ ഫോണും കണ്ടെത്തിയിട്ടില്ല. ആൺ സുഹൃത്തിനെ കണ്ടെത്താൻ ശ്രമം നടത്തുന്നുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം. അന്വേഷണ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ വീഴ്ച ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനാണ് മാതാപിതാക്കളുടെ തീരുമാനം. ന്യൂസ് മലയാളം, തൃശൂർ.